എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KSRTC ബസ്സിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുണ്ട്. KSRTC സ്വിഫ്റ്റിലേക്കാണ് ജോലി അവസരമുള്ളത്. ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. KSRTC സ്വിഫ്റ്റിലാണ് ജോലി അവസരമുള്ളത്. KSRTC സ്വിഫ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ബസ്സുകൾ സർവീസ് നടത്തുന്നതിനായി ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട്. കരാറിൽ ഏർപ്പെടുമ്പോൾ കരാറിനൊപ്പം 30,000 രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൂടി കൊടുക്കേണ്ടതാണ്. ഈ തുക നിങ്ങൾ താൽക്കാലികമായിട്ട് സേവനത്തിലുള്ളിടത്തോളം കാലം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് നിലനിൽക്കുന്നതാണ്. ഇനി നിങ്ങൾ സ്വയം പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ 55 വയസ്സ് പൂർത്തീകരിച്ച് താൽക്കാലിക സേവനത്തിൽ നിന്ന് വിടുതൽ ചെയ്യുകയോ ചെയ്യുന്ന മുറയ്ക്ക് ഈ തുകയിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ തുക കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ്. പിരിഞ്ഞു പോകുമ്പോഴത്തേക്കും തിരിച്ചു കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കരാറിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഈ തുക കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അപേക്ഷിക്കാനായിട്ട് യോഗ്യത എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഉദ്യോഗാർത്ഥി MV ആക്ട് പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസും കരസ്ഥമാക്കേണ്ടതാണ്. ഇനി 10ാം ക്ലാസ് പാസ്സായവരായിരിക്കണം. അതുപോലെ തന്നെ 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങൾ ഓടിച്ച് 5 വർഷത്തിൽ കുറയാത്ത ഡ്രൈവിംഗ് പരിചയവും ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. പ്രായപരിധി വരുന്നത് 55 വയസ്സ് വരെയാണ്. 24 മുതൽ 55 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. ഈ പ്രായപരിധിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ വരുന്നത് ഹെവി ഡ്രൈവിംഗ് ലൈസൻസും 10ാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസുമാണ്. ഇനി വാഹനങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അറിവും വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള കഴിവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റ് വ്യവസ്ഥകൾ പറയുന്നത് 10 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആരോഗ്യവും കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം. കാഴ്ചശക്തിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു കണ്ടക്ടർക്ക് ആവശ്യമായ സാമാന്യ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിഞ്ഞിരിക്കണം. മലയാളവും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും അറിയണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോലി പ്രവേശിക്കുമ്പോഴത്തേക്കും 30,000 രൂപയുടെ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ട്രെയിനിങ് പൂർത്തിയായി കഴിഞ്ഞാൽ മിനിമം 2 വർഷമെങ്കിലും ജോലി ചെയ്യേണ്ടതാണ്. 2 വർഷം ജോലി ചെയ്യാതെ പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന 30,000 രൂപ തിരിച്ചു കിട്ടത്തില്ല. മിനിമം 2 വർഷമെങ്കിലും ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ താമസ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC 10 ദിവസത്തിനകം ഹാജരാക്കേണ്ടതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എഴുത്ത് പരീക്ഷയുണ്ടായിരിക്കും. എഴുത്ത് പരീക്ഷ പാസ്സാവേണ്ടതാണ്. എഴുത്ത് പരീക്ഷ പാസ്സാവുന്നവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്, അത് പാസ്സാവണം. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത ലിസ്റ്റിൽ പേരുള്ള ആൾക്കാരെ ആയിരിക്കും താൽക്കാലികമായിട്ട് നിയമിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 1 വർഷത്തേക്കാണ്. KSRTCയിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഇനി നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. നിങ്ങളുടെ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ ജൂൺ 10 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപയാണ് ദിവസവേതനം ലഭിക്കുന്നത്. 8 മണിക്കൂറിന് ശേഷം ഡ്യൂട്ടി ചെയ്യാമെന്നുണ്ടെങ്കിൽ അധിക സമയ അലവൻസായിട്ട് ഓരോ മണിക്കൂറിനും 130 രൂപ അധികം വെച്ച് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഒരുപാട് വ്യവസ്ഥകൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ KSRTC സ്വിഫ്റ്റ് ബസ്സിൽ ഡ്രൈവർ കം കണ്ടക്ടറായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്.
താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 10 താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.